महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ സംബോധന ചെയ്യുന്നത്, പലപ്പോഴായി സംബോധന ചെയ്യുന്നത് ഹേ ഭാരത എന്നാണ്. അതായത് ഭരതവംശത്തിൽ ജനിച്ചവനെ എന്നാണ് അർത്ഥം. ഈ ഭരതൻ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനായ രാജാവായിരുന്നു. ഈ ഭരതന്റെ കഥ പറയാനായിട്ട് മഹാഭാരതത്തിൽ ശകുന്തളോപാഖ്യാനം പറഞ്ഞിരിക്കുന്നു. ശകുന്തളയുടെ കഥ എല്ലാവർക്കും സുപരിചിതമാണ്. ദുഷ്യന്തനെ പ്രണയിച്ചതും ഗാന്ധർവ വിവാഹം ചെയ്തതും പിന്നീട് തന്റെ മകനുമായിട്ട് രാജാവിനെ കാണാൻ പോയതും, എന്നാൽ ആദ്യം ശകുന്തളയെ ഓർമ്മ വരാതെ പിന്നീട് ആ മോതിരം കാണിച്ചു എന്നൊക്കെയുള്ള കഥ വളരെ പരിചിതമാണ്. ഇവരുടെ മകനായ ഭരതന്റെ വംശത്തിലാണ് കൗരവരും പാണ്ഡവരും ജനിച്ചത്. അതുകൊണ്ടാണ് ഇവരെ ഹേ ഭാരത എന്ന് വിളിക്കുന്നത്. ഈ ഭരതന്റെ പിൻതലമുറയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു ഹസ്തി. ഈ ഹസ്തി നിർമ്മിച്ച പുരമാണ് ഹസ്തിനാപുരം. ഈ ഹസ്തിയുടെയും പിൻതലമുറക്കാരനായി വന്ന രാജാവാണ് കുരു. അതുകൊണ്ട് ഈ രാജവംശത്തെ കുരു രാജവംശം എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെയുള്ള വംശ പരമ്പര പറഞ്ഞതിന് ശേഷമാണ് മഹാഭാരതത്തിന്റെ പ്രധാന കഥയിലേക്ക് വരുന്നത്, അതായത് ശന്തനുവിന്റെ കഥ. ശന്തനുവിന്റെ കഥ പറയുന്നതിന് മുൻപ് ശന്തനുവിന്റെ പൂർവജന്മത്തെ കുറിച്ച് പറയുന്നു. മഹാഭിഷൻ എന്ന രാജാവായിരുന്നു ശന്തനു. ഈ മഹാഭിഷൻ 100 അശ്വമേധയാഗം നടത്തി അങ്ങനെ മരണാനന്തരം സ്വർഗസ്ഥനായി അവിടെ സ്വർഗത്തിൽ ഇന്ദ്രനോടൊത്ത് ഇന്ദ്രന്റെ സഖാവായി ജീവിച്ചു വരവേ ഒരിക്കൽ ഈ മഹാഭിഷൻ ദേവേന്ദ്രനോടും മറ്റ് ഋഷിമാരോടും കൂടി ബ്രഹ്മാവിനെ ഉപാസിക്കാനായിട്ട് ബ്രഹ്മലോകത്ത് ചെന്നു. അവിടെ ഗംഗാദേവി ആഗതയായപ്പോൾ കാറ്റിൽ ദേവിയുടെ വസ്ത്രം ഇളകുന്നത് കണ്ട് എല്ലാ ദേവന്മാരും തല താഴ്ത്തി. എന്നാൽ മഹാഭിഷൻ മാത്രം ദേവിയെ നോക്കി നിന്ന് ആ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട് കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷനെ ശപിക്കുകയാണ്. സ്വർഗലോകത്തെത്തിയിട്ടും മാനുഷികമായ ആ കാമവികാരങ്ങൾ നിന്നിൽ നിന്നും ഇല്ലാതായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ജന്മമെടുത്ത് ഭൂമിയിൽ പോയി പിറക്കുക. മാത്രമല്ല, ഇന്ന് ഏതൊരു ഗംഗയെ നോക്കി നിന്നാണോ നിന്റെ ആ മനസ്സ് ഇളകിപ്പോയത്, അതേ ഗംഗ തന്നെ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണ്. എന്നാൽ ഗംഗയ്ക്ക് അനിഷ്ടം പ്രവർത്തിക്കുന്ന നാൾ ഗംഗ നിന്നെ വിട്ടുപോവുകയും ചെയ്യും. ഇങ്ങനെയാണ് മഹാഭിഷൻ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ചത്. അതാണ് ശന്തനു മഹാരാജാവ്. എന്നാൽ ഇങ്ങനെ ഈ മഹാഭിഷൻ തന്നിൽ അനുരക്തനായി എന്ന് കണ്ടതിൽ പിന്നെ ഗംഗാദേവിക്കും മഹാഭിഷനോട് പ്രണയം തോന്നുകയും അങ്ങനെ നടന്നു വരവേ, അതായത് ആ ലോകത്ത് നിന്ന് ബ്രഹ്മലോകത്ത് നിന്ന് അങ്ങനെ വരുന്ന വഴിയിലാണ് ദേവലോകത്തെ പ്രമുഖരായ അഷ്ടവസുക്കളെ കണ്ടത്. ആ അഷ്ടവസുക്കളും വല്ലാതെ ദുഃഖിതരായി കണ്ടിട്ട് ഗംഗാദേവി കാരണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വസിഷ്ഠ മഹർഷിയാൽ ശാപഗ്രസ്തരായിരിക്കുകയാണ്. അതിന്റെ കാരണം ഗംഗാദേവി ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 8 പേരും
ഭൂമിയിൽ വസിഷ്ഠ മഹർഷി താമസിക്കുന്ന ആശ്രമത്തിനടുത്ത് അങ്ങനെ ഉല്ലസിച്ച് നടക്കവേ ഞങ്ങളുടെ കൂട്ടത്തിലെ ദ്യോവിന്റെ ഭാര്യ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഇരിക്കുന്ന നന്ദിനി എന്ന പശുവിനെ കാണുകയും അപ്പോൾ ദ്യോവ് ഭാര്യയോട് ഈ നന്ദിനി പശുവിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് നന്ദിനി പശുവിന്റെ പാൽ ഒരിക്കൽ കുടിച്ചാൽ ആ മനുഷ്യൻ ജരാനരകളില്ലാതെ 10,000-ഓളം വർഷം ഭൂമിയിൽ സുഖമായി ജീവിക്കും എന്ന് കേട്ടപ്പോൾ ദേവലോകത്തുള്ള ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ ദ്യോവിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഭൂമിയിൽ, അവൾക്കു വേണ്ടി ഈ നന്ദിനി പശുവിനെ അങ്ങ് പിടിച്ചുകൊണ്ടുവരണം. അങ്ങനെ ഈ ദ്യോവിന്റെ നേതൃത്വത്തിൽ ഈ അഷ്ടവസുക്കളും ചേർന്ന് നന്ദിനിയെ അപഹരിച്ചു. കാട്ടിൽ പൂജയ്ക്കാവശ്യമായ സാധന സാമഗ്രികൾ സംഭരിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന വസിഷ്ഠ മഹർഷി നന്ദിനിയെ കാണാതെ പരിഭ്രമിച്ചു. അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയാൽ ഈ അഷ്ടവസുക്കളാണ് നന്ദിനിയെ അപഹരിച്ചത് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അപ്പോൾ തന്നെ ഈ 8 വസുക്കളെയും അദ്ദേഹം ശപിച്ചു. നിങ്ങളൊക്കെ മനുഷ്യജന്മം എടുത്ത് ഭൂമിയിൽ ഒരുപാട് വർഷം ജീവിക്കുമാറാകട്ടെ എന്ന്. അപ്പോൾ ഈ ദേവന്മാരെ സംബന്ധിച്ച് മനുഷ്യജന്മം ലഭിക്കുക എന്നത് എത്രത്തോളം കഷ്ടമാണ് എന്ന് ഓർക്കണം. കാരണം ദേവലോകം എന്നത് സുഖിക്കാൻ മാത്രമുള്ള ലോകമാണ്. മനുഷ്യ ജന്മം എന്നത് സുഖത്തിനും ദുഃഖത്തിനും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ സുഖം മാത്രമല്ല ദുഃഖവും ഉണ്ടാകും. എന്നാൽ ഈ അഷ്ടവസുക്കൾ തങ്ങൾക്ക് കിട്ടിയ ഈ ശാപത്തെ കുറിച്ചറിഞ്ഞ് ശാപമോചനത്തിനായി വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ വാക്ക് പാഴാവുകയില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭൂമിയിൽ ജനിച്ചേ മതിയാകും. അപ്പോൾ അഷ്ടവസുക്കളിൽ 7 പേർ പറഞ്ഞു, സത്യത്തിൽ ഞങ്ങൾ ദ്യോവിനെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ദ്യോവാണ് ഇതിന് മുൻകൈയെടുത്തത്. അതിന് ഞങ്ങൾ എന്തു പിഴച്ചു എന്ന് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, ശരി, എങ്കിൽ നിങ്ങൾ 7 പേരും ജനിച്ച ഉടനെ മരിക്കും. എന്നാൽ ഇവൻ ഭാര്യയുടെ വാക്കുകേട്ട് ഒരു മോഷണം നടത്തിയതിനാൽ ആ മനുഷ്യ ജന്മത്തിൽ സ്ത്രീ സുഖം അനുഭവിക്കാതെ നിത്യബ്രഹ്മചാരിയായി അവൻ കഴിയേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ജന്മത്തിൽ ചെയ്യുന്ന കർമ്മം അടുത്ത ജന്മത്തിൽ പ്രതിഫലിക്കുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, ഇങ്ങനെയൊന്ന് അനുഭവിക്കാൻ മാത്രമുള്ള എന്തോ ഒരു തെറ്റ്, ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകളാണ് മഹാഭാരത കഥയിലൂടെ ഋഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദുഃഖത്തിലിരിക്കുന്ന അഷ്ടവസുക്കളെയാണ് ഗംഗാദേവി കണ്ടത്. അപ്പോൾ ഈ അഷ്ടവസുക്കളും ദേവിയോട് അഭ്യർത്ഥിച്ചു, എന്തായാലും ഞങ്ങൾ ഭൂമിയിൽ ജനിക്കണം. അപ്പോൾ ദിവ്യമായ ഗർഭത്തിൽ ജനിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദേവി തന്നെ ഞങ്ങൾക്ക് അമ്മയായി തീരണം. അപ്പോൾ ദേവി അത് സമ്മതിച്ചു. മാത്രമല്ല ഗംഗാദേവി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് പിതൃസ്ഥാനത്ത് കാണുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ലക്ഷണയുക്തനായ രാജാവാണ് ശന്തനു മഹാരാജാവ്. അദ്ദേഹത്തിന്റെ മക്കളായിട്ട് ജനിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അങ്ങനെ ദേവി എല്ലാം തീരുമാനിച്ചെന്നതുപോലെ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മറഞ്ഞു. ഇങ്ങനെ ഒരു മുൻ നിശ്ചയപ്രകാരമുള്ള കാര്യമാണ് പിന്നീട് ശന്തനു മഹാരാജാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ ശന്തനു മഹാരാജാവിന് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ശന്തനു മഹാരാജാവ് ഇതൊന്നും അറിയാതെ ഇങ്ങനെയൊരു ജന്മം നടക്കാൻ പോകുന്നു, ഇതിന് കാരണം എന്താണ് ഒന്നും അറിയാതെ ഒരിക്കൽ ഗംഗാതീരത്ത് നായാട്ടൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടത്. അത് ഗംഗയാണെന്ന് അറിയാതെയാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത്. അങ്ങനെ അഭ്യർത്ഥന നടത്തിയ സമയത്ത് ഗംഗാദേവി ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു.
ഈ നിബന്ധനകൾക്ക് പിന്നിലുള്ള കാരണം ഇപ്പോൾ പറഞ്ഞ ഈ കഥയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ശന്തനു മഹാരാജാവ് അതിന് സമ്മതിക്കുന്നത്. ഈ നിബന്ധന മറ്റൊന്നുമല്ല. ഗംഗാദേവി പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയായിരിക്കാം, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അങ്ങ് അതിന് എതിര് നിൽക്കരുത്. ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, പൊതുവെ നമ്മൾ പറയാറുണ്ട് സനാതന ധർമ്മത്തിൽ സ്ത്രീകൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെയാണ് ആളുകളുടെ ഒരു വിശ്വാസം. എന്നാൽ അങ്ങനെയല്ല എന്ന് മഹാഭാരതത്തിലെ പല സന്ദർഭങ്ങളും തെളിയിക്കുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാറില്ല. പലപ്പോഴും അവരുടെ ഇഷ്ടത്തിന് മുൻതൂക്കം കിട്ടുന്നതായിട്ടും കാണാം. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് സ്വയംവരം. ഒരുപാട് രാജാക്കന്മാർ ഒരു സ്ത്രീയുടെ മുന്നിൽ വന്നങ്ങനെ നിരന്നു നിൽക്കുകയാണ്, അതും വീരശൂര പരാക്രമികളായ രാജാക്കന്മാർ. അതിൽ നിന്ന് ഈ രാജകുമാരിയാണ് തിരഞ്ഞെടുക്കുന്നത് തനിക്ക് ആരെ വരനായി ലഭിക്കണമെന്ന്. അവിടെ ആ സ്ത്രീയുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ധർമ്മം. ഇവിടെ ഒരു സ്ത്രീയായ, തീർച്ചയായും ദേവിയാണ്, ഗംഗാദേവിയാണ്, എങ്കിൽ പോലും നമുക്ക് ഇനിയും കാണാം സാധാരണ മനുഷ്യ സ്ത്രീകളിൽ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ തുറന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ ഗംഗാദേവി ഇങ്ങനെ ഒരു നിബന്ധന വെച്ചപ്പോൾ വേണമെങ്കിൽ ഒരു രാജാവിന് അത് നിഷേധിക്കാമായിരുന്നു. ഞാൻ എന്തിന് ഇവൾ പറയുന്നത് കേൾക്കണം? പക്ഷെ അങ്ങനെയല്ല. അവിടെ തീർച്ചയായും ആ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ രാജാവ് സമ്മതിക്കുകയാണ്. ശരി, നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം, നിന്റെ ഒരു തീരുമാനത്തിനും ഞാൻ എതിര് നിൽക്കുകയില്ല. അങ്ങനെയാണ് ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും വിവാഹം നടക്കുന്നത്. ഗംഗാദേവിയോടൊത്തുള്ള ജീവിതം വളരെ സുഖകരമായി മുന്നോട്ടു പോയി. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല. ഇതിനിടയിൽ ദേവി ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ തന്നെ ദേവി ആ കുഞ്ഞിനെയും എടുത്ത് ഗംഗാനദിയിലേക്ക് പോയി. രാജാവ് ഒന്ന് തലോടുന്നതിന് മുൻപേ, ആ കുഞ്ഞിനെ എടുത്തൊന്ന് തലോടുന്നതിന് മുൻപേ ഗംഗാദേവി ആ കുഞ്ഞിനെ നദിയിലേക്ക് അങ്ങ് എറിഞ്ഞു എന്നും അല്ലെങ്കിൽ മുക്കിക്കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട് രാജാവ് ഞെട്ടിത്തെറിച്ചു പോയി. സ്വന്തം കുഞ്ഞിനെ കൊല്ലുകയോ? എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഗംഗാദേവി അഷ്ടവസുക്കളിൽ ഒരാൾക്ക് മോക്ഷം കൊടുത്തു. ഒരു മനുഷ്യനായി ജനിക്കുക എന്ന ശാപം സാധിച്ചു, അത് നടന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഗംഗയിൽ തന്നെ ആ കുഞ്ഞിനെ നിക്ഷേപിച്ചിട്ട് ആ കുഞ്ഞിന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതറിയാതെ രാജാവ് നിശബ്ദനായിട്ടിരുന്നു. കാരണം അപ്പോഴൊക്കെ സുന്ദരിയായ തന്റെ ഭാര്യ തന്നെ വിട്ടുപോകുമോ എന്ന ഭയമായിരുന്നു രാജാവിന്. ഇങ്ങനെ ഒന്നല്ല 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ ഗംഗാദേവി ആ ഗംഗാനദിയിൽ കൊണ്ടുപോയി കൊന്നു എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ കൊന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 7 പേർക്കും ജനിച്ച ഉടനെ മോക്ഷം കൊടുത്തു. അങ്ങനെ 8ാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ച സമയത്ത് ശന്തനു മഹാരാജാവ് തീരുമാനിച്ചു, ഇനി ഞാൻ നോക്കി നിൽക്കില്ല. എനിക്ക് വേണ്ടത്, ഞാൻ കഴിഞ്ഞാൽ എന്റെ രാജ്യം ഭരിക്കാൻ ഒരു മകനെയാണ്. എന്റെ വംശം നിലനിർത്താൻ ഇനി എനിക്കൊരു മകനെ വേണം. ഒരു പക്ഷേ ഞാൻ തടയുമ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഗംഗ എന്നെ വിട്ടുപോയേക്കാം. പക്ഷെ സാരമില്ല, ഇനി എനിക്കൊരു മകൻ വേണം എന്ന് ദൃഢമായി നിശ്ചയിച്ച് 8ാമത്തെ കുഞ്ഞിനെയും കൊണ്ട് ഗംഗാദേവി ഗംഗയിലേക്ക് നടന്നു പോകുമ്പോൾ രാജാവ് തടഞ്ഞു. പാടില്ല, ഈ കുഞ്ഞിനെ എനിക്ക് വേണം. അപ്പോൾ ഗംഗ പറഞ്ഞു, അങ്ങയുടെ നിബന്ധന തെറ്റിച്ചു. ശന്തനു മഹാരാജാവ് പറഞ്ഞു, ശരിയാണ്, എനിക്കറിയാം, പക്ഷെ എനിക്കിനി നോക്കി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഈ കുഞ്ഞിനെ വേണം. അപ്പോഴാണ് ഗംഗാദേവി
ശന്തനു മഹാരാജാവിനോട് ഇവരുടെയൊക്കെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് തടഞ്ഞില്ലായിരുന്നുവെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുക മാത്രമല്ല, ഒരുപാട് വർഷം ജീവിച്ചിരിക്കേണ്ടവനാണ്. ഈ കുഞ്ഞ് അങ്ങേക്കുള്ളതാണ്. ആ സമയത്താണ് ഗംഗാദേവി തന്റെ രഹസ്യവും താൻ ആരാണെന്ന രഹസ്യവും രാജാവിനോട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവന് ദേവവ്രതൻ എന്ന പേര് ഞാൻ നൽകുകയാണ്. മാത്രമല്ല, കുറച്ചുനാൾ ഇവൻ എൻ്റെ കൂടെ വസിക്കും. ഇവനെ ഉത്തമരായ ഗുരുക്കന്മാരെ കൊണ്ട് വേണ്ട എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും ചെയ്യിച്ചതിന് ശേഷം ഞാൻ അങ്ങേക്ക് ഇവനെ തിരിച്ചു തരുന്നതാണ്. അങ്ങ് കുറച്ചുനാൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഗംഗാദേവി തന്റെ മകനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ശന്തനു മഹാരാജാവ് കുറെ നാളിങ്ങനെ ഏകാന്തതയിൽ ജീവിച്ചു. വിരസമായി അങ്ങനെ ജീവിതം തള്ളി നീക്കവേ ഒരിക്കൽ ഗംഗാതീരത്തുകൂടെ നടക്കുന്ന സമയത്ത് ഗംഗാ നദിയിലെ വെള്ളം ആരോ തടകെട്ടി വെച്ചിരിക്കുന്നതായിട്ട്, അണകെട്ടി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ആ സമയത്താണ് കോമളനായ ഒരു ബാലൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. വിലാളി വീരനായ ആ കുമാരനോട് നീ ആരാണ് എന്ന് ചോദിക്കുന്നതിന് മുൻപേ തന്നെ രാജാവിന് ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, ഇതെന്റെ മകനാണോ? അങ്ങനെ ആ ഗംഗാദേവിയോട് തന്നെ ചോദിച്ചു, ദേവി സത്യം വെളിപ്പെടുത്തൂ, ഈ കുഞ്ഞാരാണ്, ഈ ബാലൻ ആരാണ്? അപ്പോൾ ഗംഗാദേവി അവിടെ പ്രത്യക്ഷയായിട്ട് പറഞ്ഞു, അങ്ങയുടെ ഊഹം തെറ്റിയില്ല, ഇത് അങ്ങയുടെ മകൻ തന്നെയാണ്. ഇവനാണ് ദേവവ്രതൻ. ഇനി മുതൽ അവൻ ഗംഗാദത്തൻ, ഗാംഗേയൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ്. ഇവൻ അസ്ത്രത്തിലും അസ്ത്രശസ്ത്രാദികളിലുമൊക്കെ പാരംഗതനായിരിക്കുന്നു. സാക്ഷാൽ പരശുരാമനാണ് ഇവന്റെ ഗുരുനാഥൻ. ഞാനിതാ ഇവനെ എല്ലാ അർത്ഥത്തിലും അങ്ങേക്ക് ദാനമായി തന്നിരിക്കുന്നു. അങ്ങനെ തന്റെ മകനോടൊന്നിച്ച് ശന്തനു മഹാരാജാവ് സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ തന്നെ ശന്തനു മഹാരാജാവ് തന്റെ മകനെ യുവരാജാവായി അഭിഷേകം ചെയ്യിച്ചു. അങ്ങനെ ഇരിക്കെ ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം ശന്തനു മഹാരാജാവ് നായാട്ടിനായി പോയ സമയത്ത് മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സൗരഭ്യം ആ ഒരു സുഗന്ധം അദ്ദേഹം അനുഭവിച്ചു. ഇവിടെ നിന്നാണ് ഈ സൗരഭ്യം വരുന്നത് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം വ്യാസമാതാവായ സത്യവതിയെ കണ്ടു. എന്നാൽ സത്യവതി അപ്പോഴും കന്യക തന്നെയായിരുന്നു. ആ സമയത്തും അതിസുന്ദരിയായ സത്യവതിയിൽ ശന്തനു മഹാരാജാവ് അനുരക്തനായി. സത്യവതിയോട് തന്നെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച സമയത്ത് സത്യവതി പറഞ്ഞു, അങ്ങ് എൻ്റെ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് അച്ഛൻ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും ശന്തനു മഹാരാജാവ് ആ രാജ്യത്തെ രാജാവാണ്. വീണ്ടും നമ്മൾ കാണുന്നത് രാജാവ് എന്ന ആ ഒരു നിലയെ അല്ല ഇവിടെ മുക്കുവ നേതാവായ ദാശൻ നോക്കുന്നത്. തന്റെ മകളുടെ ഭാവി, മകളുടെയും ആ മകൾക്കുണ്ടാകുന്ന മക്കളുടെയും ഭാവിയെ കുറിച്ചാണ് ദാശൻ ചിന്തിക്കുന്നത്. അവിടെ ഒരിക്കലും ദാശൻ ഇത്ര നല്ല ഒരു ആലോചന വന്നല്ലോ എൻ്റെ മകൾക്ക്, ഇതിലും നല്ലൊരു ആലോചന വരാനില്ല എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ശരി എന്ന് പറയുകയല്ല ചെയ്തത്. രാജാവ് സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദാശൻ ഭവ്യതയോടുകൂടെ തന്നെ തന്റെ ചില ആശങ്കകൾ പങ്കുവെക്കുകയാണ് ചെയ്തത്. അങ്ങയുടെ ഈ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. എൻ്റെ മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമാണ് ഇത് എന്നും എനിക്കറിയാം. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ മകളുടെയും ആ മകൾക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കേണ്ടത് ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്.
അതുകൊണ്ട് അങ്ങേക്ക് അനിഷ്ടമാകുമെന്നറിയാം, എങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്റെ മകളിൽ ജനിക്കുന്ന കുട്ടികളായിരിക്കണം നാളെ ആ രാജ്യത്തിന്റെ അനന്തരാവകാശികൾ ആവേണ്ടത്. എനിക്കറിയാം അങ്ങേക്ക് ഇപ്പോൾ ഒരു മകനുണ്ട്, അവനെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യിച്ചു എന്നും അറിയാം. പക്ഷേ അതല്ല നടക്കേണ്ടത്. എന്റെ മകളുടെ മക്കൾ, അവരിൽ മൂത്തയാൾ രാജാവാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു തരാം. ഇവിടെയാണ് ഓരോരുത്തരും അവരുടെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വന്ന് ഇതേപോലെ നല്ല ഒരു ബന്ധം എന്ന് നമുക്ക് തോന്നുന്ന അങ്ങനെയുള്ളവർ വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മറ്റൊന്നും ആലോചിക്കില്ല, ശരി എന്റെ മകൾക്ക് ഇതിലപ്പുറം ഇനിയൊരു ഭാഗ്യം വരാനുണ്ടോ എന്നൊക്കെയാണ് ചിന്തിക്കുക. മാത്രമല്ല ആരും ഇങ്ങനെയൊന്നും പറയാൻ ധൈര്യപ്പെടില്ല. ഇനി ആരും എന്റെ മകളെ ഇതേപോലെ അന്വേഷിക്കാൻ വന്നില്ലെങ്കിലോ, എന്റെ മകൾ വീട്ടിലിരുന്നു പോകുമോ, അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ. ഇവിടെ പറഞ്ഞതൊരു മുക്കുവ നേതാവാണ്. ആരോടാണ് പറഞ്ഞത്? ആ രാജ്യത്തെ രാജാവിനോട്. ആ ധൈര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ധർമ്മം പരിപാലിക്കപ്പെട്ട ഒരു കാലമായിരുന്നു അതെന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും തന്റെ മകനായ ദേവവ്രതനെ അവഗണിച്ചുകൊണ്ട് അവനെ രാജാവാക്കാതെ മറ്റൊരു സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടിയെ രാജാവാക്കാൻ ശന്തനു മഹാരാജാവ് ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് വിഷമത്തോടെയാണെങ്കിലും രാജാവ് ആ വിവാഹത്തിന് സമ്മതിക്കാതെ തിരിച്ചുപോയി. എന്നാൽ രാജാവിന്റെ മുഖം മ്ലാനമായിരുന്നു. ഇത് ദേവവ്രതൻ ശ്രദ്ധിച്ചു. അച്ഛന് കുറച്ചു നാളായിട്ട് ഒന്നിലും ഒരു ഉന്മേഷമില്ല. അങ്ങനെ അച്ഛനോട് തന്നെ ദേവവ്രതൻ ചോദിച്ചു, എന്ത് പറ്റി അച്ഛന്? ശന്തനു മഹാരാജാവ് പക്ഷെ ഈ കാര്യമൊന്നും പറഞ്ഞില്ല. മറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ നീ മാത്രമാണ് എനിക്കൊരു മകൻ. എനിക്ക് ശേഷം ഈ രാജ്യം നിന്നിലാണ് അർപ്പിക്കേണ്ടത്. പക്ഷേ നീ ഒരാൾ ഇല്ലാതായാൽ പിന്നെ ഈ രാജ്യം അനാഥമാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെയാണ് രാജാവ് അതിനൊരു ന്യായം പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്തത്. പക്ഷേ ബുദ്ധിമാനായ ദേവവ്രതന് മനസ്സിലായി ഇതൊന്നുമല്ല അച്ഛന്റെ ദുഃഖം, മറ്റെന്തോ ഒന്ന് അച്ഛന്റെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ അന്ന് നായാട്ടിന് പോയതിന് ശേഷമാണ് തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് നായാട്ടിന് കൂടെ പോയ ഒരു മന്ത്രി മുഖ്യനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇത് കേട്ടിട്ട് അച്ഛനോട് പോലും ഒന്നും പറയാതെ നേരെ ദേവവ്രതൻ ഈ ദാശന്റെ അടുത്തേക്ക് പോകുകയാണ് ചെയ്തത്. എന്നിട്ട് തന്റെ അച്ഛനു വേണ്ടി സത്യവതിയെ തന്റെ കൂടെ അയക്കണം എന്ന് പറയുകയാണ്. രാജാവിനോട് പറഞ്ഞ അതേ കാര്യം ഈ ദാശൻ മകനോടും പറയുകയാണ്. സത്യത്തിൽ അങ്ങാണ് ഈ വിവാഹത്തിന് തടസ്സം എന്ന് പോലും ദാശൻ പറഞ്ഞു, തുറന്നു പറയുകയാണ്. എന്നാൽ ഇത് കേട്ടിട്ടും ദേവവ്രതന് യാതൊരു കോപവും ഉണ്ടായില്ല. മാത്രമല്ല ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാനത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഞാൻ വാക്ക് തരുന്നു, അങ്ങയുടെ മകളുടെ മക്കൾ രാജാവാകുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സമാവുകയില്ല. എന്റെ അച്ഛനു വേണ്ടി ഞാൻ ഈ ത്യാഗം സഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും ദാശൻ തയ്യാറായില്ല. അത്രയും ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുകയാണ്, ശരി, അങ്ങൊരു പക്ഷേ രാജാവാകുന്നില്ല എന്ന് വെച്ചേക്കാം. പക്ഷേ അങ്ങ് വിവാഹം ചെയ്ത്
അതിൽ കുഞ്ഞുങ്ങളുണ്ടായി. അവർക്ക് തിരിച്ചറിവാകുന്ന പ്രായത്തിൽ അവരായിരുന്നു രാജാവാകേണ്ടത് എന്ന് മനസ്സിലാകുമ്പോൾ എന്റെ മക്കളും, അതായത് സത്യവതിയുടെ മക്കളും അങ്ങയുടെ മക്കളും തമ്മിൽ യുദ്ധമുണ്ടാവുകയില്ലേ? അന്ന് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്റെ മക്കൾക്ക് സാധിക്കുമോ? അതുകൊണ്ട് അങ്ങ് വിവാഹം കഴിക്കാതിരിക്കണം. ആര് കേട്ടാലും ഒന്ന് ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ കോപിഷ്ഠരാകുന്ന ഒരു കാര്യമാണ് ദാശൻ ആവശ്യപ്പെട്ടത്. പക്ഷേ തന്റെ അച്ഛന്റെ സന്തോഷമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന് ചിന്തിച്ച മഹാമനസ്കനായിരുന്നു ആ മകൻ. അങ്ങനെയുള്ള ദേവവ്രതൻ പറഞ്ഞു, ഞാനിതാ ശപഥം ചെയ്യുന്നു, ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കുകയില്ല. എന്റെ അച്ഛന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. ഇങ്ങനെ ഭീമമായ പ്രതിജ്ഞ, ലോകത്തൊരു മകനും ചെയ്യാത്ത ഭീമമായ പ്രതിജ്ഞ ചെയ്ത ആ ദേവവ്രതനെ ദേവന്മാരെല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു. ഇവൻ ഭീഷ്മനാണ്. അങ്ങനെയാണ് ദേവവ്രതന് ഭീഷ്മർ എന്ന പേര് സിദ്ധിച്ചത്. ഇങ്ങനെ സത്യവതിയെയും കൂട്ടി തന്റെ അച്ഛന്റെ മുന്നിൽ ചെന്ന് വന്ദിച്ചുകൊണ്ട് അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഗദ്ഗദകണ്ഠനായിട്ട് ശന്തനു മഹാരാജാവ് മകനോട് പറഞ്ഞു, മകനെ, നിന്റെ ത്യാഗത്തിന് മുന്നിൽ എനിക്ക് വാക്കുകളില്ല. എനിക്ക് വേണ്ടി ചെയ്ത ഈ ത്യാഗത്തിന് എനിക്കൊന്നേ തരാനുള്ളൂ, നീ സ്വച്ഛന്ത മൃത്യുവായി തീരട്ടെ. നീ ആഗ്രഹിക്കുമ്പോൾ മാത്രം നിനക്ക് മരണമുണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ത്യാഗോജ്വലമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചരിത്രാഖ്യാനമാണ് മഹാഭാരതം.